അസ്സലാമു അലൈക്കും. കാണാൻ നല്ല മുഞ്ചും കഴിക്കാനായിട്ട് അടാർ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി പലഹാരത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന്. മാവ് കുഴയ്ക്ക് പരത്ത് മസാല വഴറ്റ് അങ്ങനെയൊന്നും ആരും സമയം കളയണ്ട, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നാലും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. പുറമേ നല്ല ക്രിസ്പി, ഉൾഭാഗം നല്ല അടിപൊളി മസാലയും. അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന എത്രത്തോളം ഉണ്ടാക്കുന്ന അതിനനുസരിച്ച് എടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 200 ഗ്രാം ചിക്കൻ, ഇതാ എല്ലില്ലാത്ത ചിക്കൻ, ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുകയാണ്. അതിനുശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കുന്നത് ഈ ഒരു ചിക്കനിൽ ഇറങ്ങി വരുന്നൊരു വെള്ളം ഉണ്ടല്ലോ, ആ ഒരു വെള്ളത്തിൽ വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കുന്നത്. എക്സ്ട്രാ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ടതായിട്ടില്ല കേട്ടോ. കുറഞ്ഞ തീയിലൊന്ന് അടച്ച് വെച്ച് കൊടുത്താൽ മതി. അത് ചൂടാകുമ്പോഴേക്കും ആ ഒരു ചിക്കനിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ നല്ല രീതിയിൽ തന്നെ ഇറങ്ങി വന്നിട്ട് ചിക്കൻ വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇങ്ങനെ കാണുന്നതിൻ്റെ ഇടയിൽ കൊടുക്കുക ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക. അത് ഈ ഒരു പലഹാരം ഉണ്ടാക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അത്രയും ടേസ്റ്റിയാണ് കേട്ടോ. എത്ര കഴിച്ചാലും മതി വരില്ല. നോമ്പ് തുറക്കുന്നൊക്കെ സമയത്ത് ഇതുപോലൊരു പലഹാരം ഉണ്ടെങ്കിൽ പിന്നെ അത് മാത്രം മതിയാകും. മനസ്സും വയറും ഒരുപോലെ നിറയും. പിന്നെ ഇതിലോട്ട് നമുക്കൊരു 3 ഉരുളൻകിഴങ്ങ് വേണം കേട്ടോ. അതൊരു പീലറൊക്കെ ഉപയോഗിച്ചിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഞാനൊന്ന് മാറ്റി കൊടുക്കുകയാണ്. അത്യാവശ്യം വലിയ ഉരുളൻകിഴങ്ങ് 3 4 ഞാനെടുത്ത കണക്കിന് 3 ഉരുളൻകിഴങ്ങ് തന്നെ മതിയാവും കേട്ടോ. വലുത് ഇനിയിപ്പോൾ ചെറുതാണെങ്കിൽ 4 വരെ എടുക്കാവുന്നതാണ്. അപ്പോൾ അതാ എല്ലാത്തിൻ്റെയും ആ ഒരു പീലറൊക്കെ വെച്ചിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ഇനി നമുക്കിതും കട്ട് ചെയ്തിട്ട് ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. കിഴങ്ങ് ഇതാ ഞാൻ ചിക്കനൊന്ന് പൊടി നോക്കുമ്പോൾ കണ്ടല്ലോ, ചിക്കനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. തീ ഒരുപാട് കൂട്ടി വെക്കരുത് കേട്ടോ. തീ കുറച്ച് വെക്കുമ്പോഴാണ് ഈ ഒരു വെള്ളം ചിക്കനിൽ നിന്ന് ഇറങ്ങി വരിക. ചിക്കൻ വേവാനുള്ള വെള്ളം ഇതിൽ തന്നെ ഉണ്ടാവും കേട്ടോ. കുറച്ച് സമയമായപ്പോഴേക്കും എന്താ ഡ്രൈ ആയി ഏകദേശം ഒരു 80% നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട്. ശരിക്കും ഈ ഒരു റെസിപ്പി പച്ച ചിക്കൻ മിക്സിയിൽ അരച്ചിട്ടാണ് കേട്ടോ ചെയ്യാറ്. പക്ഷേ നമുക്കത് ചെയ്യുമ്പോൾ ഉൾഭാഗം വെന്തോ എന്നൊക്കെ ആകെ ടെൻഷനായിരിക്കും. അപ്പോൾ ഞാനിതാ അവിടെ വേവിച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ മിക്സിൻ്റെ ജാറെടുത്തിട്ട് ആ ഒരു ജാറിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ വേവിച്ച മഞ്ഞളും ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് വെച്ച ഉരുളൻകിഴങ്ങ് 3 അതും കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുത്തു. അത് രണ്ടും ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് വരാം കേട്ടോ. ഒരൊറ്റ കറക്കൽ അത്ര മാത്രം മതി. അതൊക്കെ നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ ചേർക്കാണ്ട് കേട്ടോ. പിന്നെ ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള വലിയ ഉള്ളിയാണ് കേട്ടോ. അതും കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ചെറുതായിട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഒരുപാട് അങ്ങ് അരക്കുന്നില്ല കേട്ടോ. പതുക്കെ ഒന്ന് ഇങ്ങനെ തിരിച്ച് കൊടുക്കുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4 ഇല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ചെറിയ ജീരകം, നമ്മുടെ ക്യൂമിൻ സീഡാണ് കേട്ടോ, അതിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തത്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരിൻ്റെ മുളക് പൊടി കേട്ടോ. ഇനി എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അളവൊന്ന് കുറച്ച് കൊടുക്കുക. ഒരു ഇച്ചിരി ഗരം മസാലയും ഉപ്പും. ഇനി നമുക്കിതിലൊക്കെ ചേർക്കാനുള്ളത് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ. ഒരുപാടൊന്നും വേണ്ട. മസാലപ്പൊടികളൊക്കെ വളരെ കുറച്ചിട്ട് തന്നെ ചെയ്തെടുക്കുക. പിന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ ഒരു സമയം മല്ലിച്ചപ്പ് ഒരു 2 തണ്ട് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, അതിൻ്റെ പേരിലാണ് കേട്ടോ അതൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. എങ്കിലേ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് ചതഞ്ഞ് കിട്ടുള്ളൂ. ഒരുപാട് അങ്ങ് പേസ്റ്റാക്കി അടിച്ചെടുക്കരുത്. ഒക്കെതാ ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക, അത്ര മാത്രം മതി. ഇതിപ്പോൾ ചെറിയ രീതിയിലൊരു വെള്ളമായ പോലെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതൊന്നും കണ്ടിട്ട് ആരും ടെൻഷനാവേണ്ട കേട്ടോ. നല്ല സൂപ്പർ നല്ല ടേസ്റ്റിൽ തന്നെ ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. സിമ്പിൾ റെസിപ്പിയാണ്, എന്നാൽ നല്ല അടാർ ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അതാ ഞാനൊരു ബൗളൊക്കെ വെച്ചിട്ട് ആ ഒരു ബൗളിലോട്ട് ഇതൊന്ന് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഒരു സ്പാച്ചുല സ്പൂണൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ജാറിലൊന്നും ഒട്ടിപ്പിടിക്കൊന്നുമില്ല. മുഴുവനായിട്ട് തന്നെ നമുക്കിത് എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ കണ്ടല്ലോ ഈ ഒരു മാവ് നല്ല അഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കണല്ലേ. ഇതിലേക്ക് നമുക്കൊരു ഐറ്റം കൂടി ചേർക്കാണ്ട് മുട്ടയുടെ മഞ്ഞ കേട്ടോ. ഇനിയിപ്പോൾ അടിച്ചെടുക്കുന്ന സമയത്ത് ചേർക്കുന്നവർക്ക് അങ്ങനെയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് വേറൊരു ആവശ്യമുണ്ട് കേട്ടോ. വെള്ളം അവിടെ എടുത്ത് വെക്കാം കേട്ടോ. ഇനി നമ്മളിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൗഡറും 2 ടേബിൾ സ്പൂൺ മൈദാമാവാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ പകരം നമുക്ക് ബ്രെഡിൻ്റെ ക്രംസ് ഉണ്ടല്ലോ, ബ്രെഡിൻ്റെ പൊടി ഇട്ടിട്ട് ഈ ഒരു മാവ് ടൈറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ മുട്ടയൊന്നും ഒരിക്കലും സ്കിപ്പാക്കണ്ട. വെള്ളം ഇറല്ലോ എന്ന് കരുതിയിട്ടൊന്നും മുട്ടയുടെ മഞ്ഞ ഇട്ട് കൊടുക്കുക കേട്ടോ. അത് ടേസ്റ്റും കൂടും. ഒപ്പം നമ്മുടെ ഈ ഉണ്ടാക്കുന്ന ഈ ഒരു പലഹാരത്തിന് നല്ല ക്രിസ്പിയൊക്കെ ആയി കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ പൊടികളൊക്കെ ഇട്ട് ഞാനിതാ ഒന്ന് ഇളക്കിയെടുക്കാൻ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ മൈദാമാവും കോൺഫ്ലവറിൻ്റെ ഇട്ടോളണമെന്നില്ല. ബ്രെഡ് പൊടിച്ചിട്ട് കൊടുത്താലും മതിയാകും കേട്ടോ. അത് നമ്മുടെ ഇഷ്ടമാണ്. നമ്മളെ കയ്യിൽ ഏതാണോ ഉള്ളത് വെച്ചാൽ അത് വെച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ പൊടികളൊക്കെ ഇട്ട് ഞാനിതാ ഒന്ന് ഇളക്കിയെടുക്കാൻ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ മൈദാമാവും കോൺഫ്ലവറിൻ്റെ ഇട്ടോളണമെന്നില്ല. ബ്രെഡിൻ്റെ പൊടിച്ചിട്ട് കൊടുത്താലും മതിയാകും കേട്ടോ. അത് നമ്മുടെ ഇഷ്ടമാണ്. നമ്മളെ കയ്യിൽ ഏതാണോ ഉള്ളത് വെച്ചാൽ അത് വെച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്.
അപ്പോൾ ദാ ഇനി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ 2 കയ്യിലും നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കണം. നമ്മളെ മാവ് അത്യാവശ്യം ലൂസായിട്ടാണ് കിട്ടുക കേട്ടോ, വലിയൊരു ടൈറ്റൊന്നും ഉണ്ടാവില്ല, ഇങ്ങനെ ലൂസായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. അങ്ങനെയൊക്കെ ആകുമ്പോഴേ നമ്മുടെ ഈ ഒരു ഡൊണറ്റ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ, മറ്റേ നല്ല ഹാർഡായിട്ട് പോവും. അപ്പോൾ അതാ നല്ല സോഫ്റ്റായിട്ട് അതാ നമ്മൾ കയ്യിൽ വെച്ചതാ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ 2 കയ്യിലും എണ്ണ അത്യാവശ്യത്തിന് തേച്ചിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ കയ്യിൽ ഒട്ടിപ്പിടിക്കണ പോലെയൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഇതാ ഇതുപോലെ പരത്തി കൊടുത്തിട്ട് നടുഭാഗത്തൊരു ഹോളും കൂടി ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ടല്ലോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് വെക്കുന്ന പാത്രത്തിൽ കുറച്ച് എണ്ണ എന്തായാലും നിങ്ങൾ തേച്ച് കൊടുക്കണം കേട്ടോ. എണ്ണ അതിൽ തേച്ച് കൊടുത്തെങ്കിൽ മാത്രമേ ഇത് അല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചുകൊണ്ടൊക്കെ നിൽക്കും. അപ്പോൾ ഞാൻ ആ ഒരു പച്ച പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ എണ്ണ തേച്ച് കൊടുക്കുക 2 കയ്യിലും. എന്നിട്ട് പതുക്കെ പരത്തി കൊടുക്കുക, റൗണ്ട് ഷേപ്പിലാക്കുക, ഒരു ഹോൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ സാധാരണ ഈ ഒരു റെസിപ്പി ചെയ്യുന്നത് പച്ച ചിക്കൻ മിക്സിയിൽ അരച്ചിട്ടാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണ്, കാരണം ഈ ഒരു ചിക്കൻ വെന്തിട്ടുണ്ടാവുമോ, പിന്നെ ഒരുപാട് സമയം എണ്ണയിൽ കിടക്കുമ്പോൾ അതിൻ്റെ കളറൊക്കെ പറ്റ ചേഞ്ച് ആവും, പിന്നെ കാണാനൊന്നും നമ്മുടെ പലഹാരം ഭംഗിയുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വേജാറുണ്ടാവും. അപ്പോൾ അങ്ങനെ വേജാറുള്ള ആൾക്കാരാണ് പ്രത്യേകിച്ച് നമ്മളെ മലയാളികൾക്ക് ഇത് വെന്തിട്ടുണ്ടാകുന്ന ടെൻഷനാണ്. അപ്പോൾ എന്താണ്, ഇതുപോലെ ഏകദേശം ഒരു 60-70% വേവിച്ചെടുത്ത് മിക്സിയിൽ അരച്ചെടുത്താലും നമുക്ക് അതേ ടേസ്റ്റിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അങ്ങനെ അതാ ഓരോന്നും ഞാൻ എന്താ കയ്യിൽ വെച്ച് പരത്തിയിട്ട് പതുക്കെ ആ ഒരു പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഓരോന്നും നമ്മൾ പരത്തിയെടുക്കുമ്പോഴും കയ്യിൽ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കും. അത്രയും സോഫ്റ്റാണ് ഈ ഒരു മാവ്. ഞാൻ പറഞ്ഞല്ലോ നല്ല ലൂസായിട്ടാണ്, ഓരോ മിക്സിക്ക് ഓരോ രീതിയല്ലേ, ലൂസായിട്ടാണ് നമുക്കിതുപോലെ അടിഞ്ഞ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രെഡിൻ്റെ ക്രംസ് ഇട്ടിട്ട് ഈ ഒരു മാവ് ടൈറ്റാക്കി എടുക്കാം കേട്ടോ. അതല്ലെങ്കിൽ മൈദാമാവും കോൺഫ്ലവറിൻ്റെ പൗഡറും എടുത്തിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. ഏതായാലും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, ഒന്നും പറയാനില്ല. എത്ര കഴിച്ചാലും മതി വരില്ല. ഒരു ജ്യൂസും ഇതുപോലൊരു പലഹാരം ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഞാനിതാ ഓരോന്നും കയ്യിൽ വെച്ച് ഇങ്ങനെ പരത്തിയിട്ട് നടുവിലൊരു ഹോളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പച്ചമുളകിൻ്റെ അളവൊന്നും വല്ലാതെ അങ്ങോട്ട് കൂടണ്ട. ഞാനിവിടെ ഒരു പച്ചമുളകേ ചേർത്തുള്ളൂ. അതുപോലെ തന്നെ കാശ്മീരിൻ്റെ മുളക് പൊടിയും ഒക്കെയാണ് ഇട്ടുള്ളത്. കാരണം ഒരുപാട് എരിവുണ്ടായാൽ നമുക്ക് ഈ ഒരു പലഹാരത്തിൻ്റെ ടേസ്റ്റ് തന്നെ കിട്ടൂല കേട്ടോ. അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരുപാട് എരിവുള്ള ഭക്ഷണങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കിയായിരിക്കും നമ്മൾ ആരോഗ്യത്തിനും വളരെ നല്ലത്. അതുപോലെ ഇങ്ങനത്തെ പലഹാരങ്ങളിലൊക്കെ മസാലപ്പൊടികളും വളരെ കുറക്കട്ടോ. ഇങ്ങനെ ഓരോന്ന് എടുത്തിട്ട് നമ്മളിതാ എണ്ണ തൂക്കി കൊടുത്ത ഒരു പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. കയ്യിൽ ഒട്ടിപ്പിടിക്കണ പോലെയൊക്കെ തോന്നും, ആരും ടെൻഷൻ ആവണ്ട കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ മാവ് അരച്ചെടുത്ത നേരത്ത് നല്ല ലൂസായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ബ്രെഡ് ക്രംസിൻ്റെ പൊടി ഇട്ടിട്ട് ഇത് ടൈറ്റാക്കി എടുത്താൽ മതി. നമുക്ക് നല്ല രീതിയിൽ തന്നെ കയ്യിൽ വെച്ച് പരത്താനും ഉരുട്ടിയെടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് നേരത്തെ നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള മുട്ടയുടെ വെള്ളയും ആവശ്യത്തിനുള്ള കുരുമുളകും ഉപ്പും ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എത്രത്തോളം ഉണ്ടാക്കുന്നുണ്ടോ അതിനനുസരിച്ച് മുട്ടയുടെ അളവും കൂട്ടി കൊടുക്കേണ്ടി വരും. ഇതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ലോണം അങ്ങോട്ട് കലക്കിയെടുക്കുക. കുരുമുളക് ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി കേട്ടോ. ഇനി ഓരോന്നും നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ബ്രെഡ് ക്രംസ് എടുക്കുക, അല്ലെങ്കിൽ റിസ്കിൻ്റെ പൗഡറൊക്കെ എടുക്കുക കേട്ടോ. ആദ്യം നമ്മൾ അതിനൊരു ചെറിയൊരു കോട്ടിങ് കൊടുക്കുക. എന്നിട്ട് മുട്ടയിൽ വെച്ചിട്ട് വീണ്ടും ബ്രെഡ് ക്രംസിലിട്ടിട്ട് ഒന്ന് തട്ടിയെടുക്കുമ്പോൾ നമ്മുടെ ആ ഹോൾ അടഞ്ഞ പോലെ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഇത് പിന്നെ നമ്മൾ കൈൻ്റെ ചൂണ്ടാവിരൽ വെച്ചിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ഹോളൊക്കെ നല്ല രീതിയിൽ തന്നെ തെളിഞ്ഞ് കാണും. ഇതാ ഇതുപോലെ കേട്ടോ. ആദ്യം ഇതുപോലെ ബ്രെഡ് ക്രംസിലൊന്ന് മുക്കുക. പിന്നെ നമ്മുടെ മുട്ടയ്ക്ക് വെച്ചിട്ട് വീണ്ടും ബ്രെഡ് ക്രംസ് കെട്ടി കൊടുക്കുക. ഇതുപോലെ ചെയ്തെടുക്കുക. സിമ്പിളല്ല പരിപാടി. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കേണ്ട ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ. കഴിക്കാനായിട്ടും ഉഗ്രൻ ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ഇതിൻ്റെ സ്വാദ് നമ്മളെ സമൂസയും കട്ട്ലറ്റിനൊക്കെ മാറ്റിമറിക്കും. അത്ര രുചിയാണ് ഈ ഒരു ചിക്കൻ ഡോണറ്റ് എന്നാണ് കേട്ടോ അതിൻ്റെ പേര് തന്നെ. അപ്പോൾ ബീഫ് വെച്ചിട്ടും നമുക്കിത് ചെയ്തെടുക്കാം. ചിക്കൻ്റെ പകരം ബീഫ് വെച്ചിട്ടും ഇത് ചെയ്യാം കേട്ടോ. നമ്മളെ കയ്യിൽ ഏതാണ് ഉള്ളത് വെച്ചാൽ അത് വെച്ച് ചെയ്തിട്ട് നിങ്ങൾ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാം. നമ്മൾ ഈ ഒരു കോട്ടിങ്ങിലൊക്കെ മുക്കിയെടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഹോള് പോയ പോലെ ഇങ്ങനെ തോന്നും കേട്ടോ. അത് കുഴപ്പമില്ല. നമ്മൾ ഈ ഒരു ചൂണ്ടാവിരൽ വെച്ച് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ഹോളൊക്കെ നല്ല രീതിയിൽ തന്നെ തെളിഞ്ഞ് കാണും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ.
നിങ്ങളെല്ലാവരും ഷെയറൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴേ നമ്മളെ വീഡിയോ ആരെങ്കിലുമൊക്കെ കാണുള്ളൂ. എല്ലാവർക്കും കാണും ചെയ്യട്ടെ. അതുപോലെ ഉണ്ടാക്കിയിട്ട് എന്തായാലും ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. വലിയ ചിലവുകളൊന്നുമില്ല, എന്നാൽ ഒരുപാട് സമയം അടുക്കളയിൽ ഇങ്ങനെ ബുദ്ധിമുട്ടി ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. എന്നാലോ നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ ഒരു പലഹാരം എല്ലാവർക്കും, കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ തന്നെ ഇഷ്ടമാവും എന്ന കാര്യത്തിൽ 100% ഉറപ്പാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അതാ നമ്മളെല്ലാ മാവും എല്ലാതും ഒന്ന് തട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഓയിൽ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ ഓരോന്ന് എണ്ണ ചൂടായപ്പോഴേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ തീ എന്ന് പറഞ്ഞ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. തീ ഒരുപാട് അങ്ങ് കൂട്ടി വെക്കരുത്. ഇതിൻ്റെ ഉൾഭാഗത്തുള്ള കുറച്ച് മസാലകളൊക്കെ ഉണ്ടല്ലോ, നമ്മളെ വല്യുള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പച്ചയാണ്, നമ്മൾ വാട്ടിയെടുത്തിട്ടൊന്നുമില്ല. അതുകൊണ്ട് തീ ഒരുപാട് അങ്ങ് കൂട്ടി വെക്കുമ്പോൾ പുറമേ പെട്ടെന്ന് അങ്ങോട്ട് ക്രിസ്പി ആയിട്ട് കളർ പെട്ടെന്ന് തന്നെ ചേഞ്ചായി പോവും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നമുക്ക് തിരിച്ചും മറിച്ചിട്ടിട്ട് ബ്രൗൺ കളറാവണ വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ബ്രെഡ് ക്രംസ് പതുക്കി അതിലൊന്ന് അമർത്തി കൊടുക്കണം കേട്ടോ. പൊടി തട്ടിയെടുക്കുന്ന സമയത്ത് അങ്ങനെ ആവുമ്പോൾ എണ്ണയിലൊന്നും അങ്ങനെ പടർന്ന് പിടിക്കൂല. അടിഭാഗത്ത് ഈ ഒരു ബ്രെഡ് ക്രംസിൻ്റെ കറുത്ത പൊടി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നല്ല ഫ്രഷ് വെളിച്ചെണ്ണ ആയിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ പൊരിക്കുമ്പോൾ നല്ല ഫ്രഷ്നെസ്സും നമുക്ക് തോന്നും. അപ്പോൾ അതാ ഓരോന്നോരോന്ന് നമ്മളിതാ പൊരിച്ചിട്ട് കോരുകയാണ്. കണ്ടല്ലോ, നമ്മളെ ഡോണറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല ക്രിസ്പിയാണ് കേട്ടോ. അത് പുറമേ നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റുമാണ് കേട്ടോ. അതാ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഒരുപാട് എണ്ണ വേണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. കുറഞ്ഞ എണ്ണ വെച്ചിട്ട് തിരിച്ചിട്ടിട്ടും മറിച്ചിട്ടിട്ടും ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അതുപോലെ തന്നെ പച്ച ചിക്കൻ അരച്ച് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ആകുമ്പോൾ തീ വളരെ കുറച്ച് വെച്ചിട്ട് തന്നെ ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ ആ ചിക്കനൊന്നും നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടൂല കേട്ടോ. ഒരു ഭാഗം ആകുമ്പോഴേക്കും മറ്റേ ഭാഗം മറിച്ചിടുക. പെട്ടെന്ന് തന്നെ തിരിച്ചിട്ടിട്ടും മറിച്ചിട്ടും ചെയ്യരുത് കേട്ടോ. ഏകദേശം ഒരു 1-2 സെക്കൻഡ് ആ ഒരു ചൂടുള്ള എണ്ണയിൽ കിടന്നിട്ട് വേണം മറുഭാഗം മറിച്ചിടാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളല്ലേ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ആ ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. ഇത് ഞാൻ എടുത്ത് വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് എത്രത്തോളം ക്രിസ്പിയാണെന്നല്ലേ. നല്ല സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ മയോണൈസോ ടൊമാറ്റോ കച്ചപ്പോ ഏതാണോ നമ്മുടെ കയ്യിൽ അതിലൊക്കെ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ്റെ അളവ് കുറക്കുന്നവർക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് കൂടുതലായിട്ട് അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്താൽ രസം തന്നെയാണ്. പക്ഷേ ചിക്കൻ കുറച്ച് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചിക്കൻ നല്ല രീതിയിൽ തന്നെ ഇടുമ്പോഴാണ് ഈ ഒരു പലഹാരത്തിന് ഒന്നുകൂടി ടേസ്റ്റ് കൂട്ടുന്നത്. നല്ല പുറമേ നല്ല ക്രിസ്പിയാണ്, ഉൾഭാഗം നല്ല സോഫ്റ്റ് മസാലയാണ് കേട്ടോ. ഒരു വട്ടം കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാനായിട്ട് തോന്നും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരണ്ട കേട്ടോ. എല്ലാവരോടും അസ്സലാമു അലൈക്കും.